കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി CMRL രാഷ്ട്രീയക്കാർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പണം നൽകിയെന്ന SFIO ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്ന് SFIO ചൂണ്ടിക്കാട്ടി. CMRLന്റെ ഹർജി നിലനിൽക്കില്ലെന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വിവരങ്ങൾ. ദേവിക, SFIO അന്വേഷണത്തിനെതിരായിട്ടാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതിന്റെ വാദം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇതിൽ വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാണ് വിധി പറയുക എന്നുള്ളത് കോടതി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇനി ഏതെങ്കിലും തരത്തിലുള്ള വാദമുണ്ടെങ്കിൽ അത് 10 ദിവസത്തിനകം തന്നെ എഴുതി നൽകുവാൻ വേണ്ടിയും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനമായും ഇന്ന് SFIOയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് CMRL കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കും അതേപോലെ തന്നെ ചില രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റും പണം നൽകി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ SFIOയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. അതേസമയം ആദായ നികുതിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് SFIO അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഇന്റർടൈം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയെങ്കിലും മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് ആദായ നികുതിയുടെ അഭിഭാഷകനും ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും കേസ് വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി, കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി CMRL രാഷ്ട്രീയക്കാർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും പണം നൽകിയെന്ന SFIO ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്ന് SFIO ചൂണ്ടിക്കാട്ടി. CMRLന്റെ ഹർജി നിലനിൽക്കില്ലെന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു. S നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.